സൈബർ കുറ്റകൃത്യങ്ങൾ ശിക്ഷാ നടപടികൾ വൈകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സൈബർ കുറ്റകൃത്യങ്ങളും നിയമ നടപടികളും വിശദമായി പരിശോധിക്കുകയാണ് ക്രൈം വാച്ചിലെ പ്രത്യേക സെഗ്മെന്റ് ജൂറിസ്. ഒരു ആഗോളീകരണ കാലഘട്ടത്തിൽ ലോകം തന്നെ ഒരു ഗ്ലോബൽ വില്ലേജായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ തമ്മിൽ സംവദിക്കാനും അതോടൊപ്പം തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള ബന്ധപ്പെടാനുമുള്ള ഒട്ടേറെ സാഹചര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? അതായത് ഒരു കൊറിയൻ യുവാവായിട്ടുള്ള ഒരു പ്രണയിതാവ് അദ്ദേഹത്തിൻ്റെ കാമുകനാണെന്ന് പറയുന്നു. ഇനി അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് പോലും അറിയാൻ കഴിയില്ല. കാരണം ഈ കുട്ടിയുടെ മരണശേഷം ആ അക്കൗണ്ടുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ, അതായത് നമ്മുടെ കുട്ടികൾ, അതായത് അതിൽ പ്രായപൂർത്തി ഉള്ളവരും പ്രായപൂർത്തി ഇല്ലാത്തവരും ഒക്കെ തന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ ഇന്ന് കുട്ടികൾ വല്ലാത്ത രീതിയിൽ അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഇന്നിങ്ങനെ ചാറ്റ് ചെയ്യുന്നു, സംവദിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ദൃശ്യമാധ്യമങ്ങളിലായാലും അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലായാലും നല്ല വശങ്ങൾ എപ്പോഴും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഇത്തരത്തിലുള്ള മോശം വശങ്ങൾ പലപ്പോഴും നമുക്ക് വലിയ, അതായത് ഒരു കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ കുട്ടി മരണിച്ചതിനെക്കുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ മരണകാരണം വളരെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നു. കാര്യം ഇത്തരത്തിലുള്ള ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും നേരിട്ട് കാണാൻ സാധിക്കാത്ത മറ്റേതോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ആളുകളോട് സംവദിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടാണ് ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ നമ്മുടെ നിയമം കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് IT ആക്ട് 2020 നിലവിൽ വന്നിട്ടുണ്ട്, 2000 ആണ്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ IT ആക്ടിൻ്റെ പല ന്യൂനതകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു സൈബർ കുറ്റകൃത്യമെന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ സംസ്ഥാനത്തിന് പുറത്ത് പോയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ സാഹചര്യത്തിലാണ് ഗ്ലോബൽ തലത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പ്, അതായത് മണി സ്കാം മുതൽ ഇന്ന് നമ്മുടെ കുട്ടികൾ വരെ ഇത്തരത്തിലുള്ള ട്രാപ്പുകളിലേക്ക് വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ, അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ ഒരു ആഗോള വില്ലേജ് എന്ന സംസ്കാരം നമ്മൾ തുടരുന്ന സാഹചര്യത്തിൽ ആ ആഗോള വില്ലേജിൽ ഒരു ആഗോള തലത്തിലുള്ള നിയമം ആവശ്യമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തെ നിയമം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ നിയമം കൊണ്ടോ ഒരു പോലീസിംഗ് കൊണ്ടോ ഒന്നും തന്നെയും ഇത്തരത്തിലുള്ള മാഫിയകളെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും തന്നെയും അടിച്ചമർത്തുവാനോ അതല്ലെങ്കിൽ ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ആഗോള തലത്തിൽ ഇതിനെതിരായിട്ട് ലോകരാജ്യങ്ങൾ തന്നെ ഒരു കാര്യങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ സോഷ്യൽ മീഡിയയിലാവട്ടെ ഇൻ്റർനെറ്റിലാവട്ടെ അവരൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളെ നിരീക്ഷിക്കുവാൻ അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ തന്നെ മുന്നോട്ട് വരണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ തന്നെ പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ വല്ലാതെ സംസാരിക്കുന്നവരാണ്. പക്ഷേ ഈ അവകാശങ്ങളെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ഭാവി, അവർ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. അടുത്ത തലമുറ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ്. അപ്പോൾ ആ പ്രതീക്ഷച്ചൊത്ത സമൂഹത്തെ നിലനിർത്തേണ്ടത്, ആ സമൂഹത്തെ നേർവഴിക്ക് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുക്കാൻ നമ്മൾ ശക്തമായി മുന്നോട്ട് വരണം. നിയമം കർശനമാക്കണം. നിയമത്തിൻ്റെ പഴുതിൽ നിന്ന് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തി രക്ഷപ്പെടുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയണം. എവിടെ ഇരുന്നാണോ കുറ്റകൃത്യം നടത്തുന്ന സോഴ്സ്, അതായത് എവിടെയാണോ ഉറവിടം, അവിടേക്കാണ് അന്വേഷണം പോവേണ്ടത്. ഉറവിടത്തിൽ തന്നെ ചെന്ന് അന്വേഷണം നടത്തിക്കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികളാണ് നമുക്ക് ആവശ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.